നിങ്ങൾക്ക് ജയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്ന് നിങ്ങൾക്ക് തോന്നണം. ജയിക്കാൻ താല്പര്യമുണ്ടോ എല്ലാവർക്കും? അതായത് ആദ്യം നിങ്ങളൊരു പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ UPSC പഠിക്കാൻ എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നാലും ഏത് മെൻറ്ററും ആദ്യം ചോദിക്കുന്ന ക്ലീഷേ ക്വസ്റ്റ്യൻസിലൊന്നാണ്, നീ എന്തിനാ IAS ആവണം? ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിന് LSC സെക്രട്ടറി ആവണം, ഞാൻ എന്തിന് സബ് ഇൻസ്പെക്ടർ ആവണം? ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ആരും ചോദിച്ചിട്ടില്ല. എത്ര പേര് സ്വയം ആലോചിച്ചിട്ടുണ്ട് ഞാൻ എന്തിന് ഈ പോസ്റ്റ് ആസ്പയർ ചെയ്യണമെന്ന്? ഇതുവരെ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്തവർ ആരുമില്ല. അങ്ങനെ വിചാരിക്കാത്തതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷനും കിട്ടൂ. അങ്ങനെ മോട്ടിവേഷൻ കിട്ടിയാലേ ഈ പറയുന്ന എന്തൊക്കെയോ ടാസ്കുകൾ പറഞ്ഞില്ലേ ഇവിടെ, ക്വസ്റ്റ്യൻ എടുക്കണം, സിലബസ് എടുക്കണം, അതിൻ്റെ ഉള്ളിലെ ടോപ്പിക്ക് കണ്ടെത്തണം. ടോപ്പിക്ക് കണ്ടെത്താൻ പോയാൽ 1000-2000 ടോപ്പിക്കുകളുണ്ട്. എത്ര ആളുടെ കയ്യിലുണ്ട് 1000-2000 ടോപ്പിക്കുകൾ? സിംഗിൾ ഒരാൾ ഈ ക്ലാസ്സിലുള്ള ആരുടെ കയ്യിലുമില്ല. എന്തുകൊണ്ടല്ലാത്തതെന്നറിയോ? നിങ്ങൾക്ക് ടോപ്പറുടെ മൈൻഡ് സെറ്റ് അല്ല ഉള്ളത്. പക്ഷെ ടോപ്പറുടെ മൈൻഡ് സെറ്റ് ആവാൻ പറ്റും. എപ്പോൾ? ആദ്യം ഈ പറഞ്ഞ ചോദ്യം അഡ്രസ്സ് ചെയ്യുക, ഞാൻ എന്തിന് പാസ്സാവണം? അതാണ് പറയുന്നത്. ആരാ പറയില്ല, ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു റീസൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുടെ റീസൺ എന്താണെന്നറിയോ? അയാളുടെ മോട്ടിവേഷൻ. അതാണ് നിങ്ങൾ ഫാൻസി ഡിഗ്രി ഒന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടെന്ന് ആയിക്കോട്ടെ, അവരെല്ലാം സിവിൽ സർവീസ് കിട്ടുമ്പോൾ ഓരോരോ വലിയ പോസ്റ്റുകൾ ക്ലിയർ ചെയ്യുമ്പോൾ വലിയ വാർത്തയൊന്നും കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത്ര വാർത്തയൊന്ന്? അവരെ പിന്നിലെ മോട്ടിവേഷനിൽ നമ്മളെന്തോ ഇച്ചിരി അസൂയാലുക്കളാണ് അല്ലേ? ഞാൻ ഇത്രയും കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഇവൻ പാസ്സായി, അല്ലെ എങ്ങനെ ഇവള് പാസ്സായി? അപ്പോൾ ഈ പാസ്സാവുന്ന അല്ലെങ്കിൽ പാസ്സാകാത്ത ആൾക്കാരുടെ മൈൻഡ് സെറ്റിലുള്ള വലിയ വ്യത്യാസം അവരെ വർക്കിലും കാണും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്തുണ്ടാക്കണം? പ്രോപ്പർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. ഉണ്ടാക്കുമോ? ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് പാസ്സാകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ മൈൻഡ് സെറ്റ് വേണം. ഇനി ഡിഗ്രി എക്സാംസ് മാത്രം എഴുതുന്ന എത്ര പേരുണ്ട് അവിടെ? LDC ഒന്നുമില്ല, ഡിഗ്രി എക്സാംസ് മാത്രം. ഹാരി സാർ മാത്രമേ ഉള്ളൂ? വേറെ ആരും എല്ലാ എക്സാമും എഴുതുന്നുണ്ട്? UPSC ഡിഗ്രി എക്സാം എഴുതുന്നവർ? ആസ്പിരൻസ്, UPSC ആസ്പിരൻസിന് പറയാൻ പൊതുവേ ചെറിയ മടിയാണ്. പറഞ്ഞു നമ്മൾ ധൈര്യം പറഞ്ഞു. UPSC എക്സാംസ് എഴുതുന്നതാണ്. പ്രിലിംസ് സ്ഥിരമായിട്ട് ക്ലിയർ ചെയ്ത് മെയിൻസ് പാസ്സാകാത്തവർ PSC 1, 2, 3, 4. അപ്പോൾ ബാക്കിയുള്ളവർ പ്രിലിംസ് പാസ്സാകത്താണ്. പ്രിലിംസ് നിങ്ങൾ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് 1 മാർക്ക് ഇതിൽ തോക്കുന്ന എത്ര പേരുണ്ട്? ഒരാൾ. അപ്പോൾ ബാക്കിയുള്ളവർ നല്ല മാർജിനിൽ തോക്കുന്നുണ്ട്. ME കൊണ്ട് ഹെൽപ്പ് ചെയ്ത് ജയിക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞു അല്ലേ? ഓക്കെ. ഈ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആദ്യം പോയിട്ട് PSC പേപ്പർ ഇട്ട് എന്ത് ചെയ്യും? മാത്സിൽ 20 ക്വസ്റ്റ്യൻ ചെയ്യും, ഇംഗ്ലീഷ് മലയാളത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് മാർക്ക് മേടിക്കും, GSൽ അവിടെയും ഇവിടെയും കേട്ട അറിവുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ 40 to 50 മാർക്ക് മേടിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി തോക്കും, essay ജയിക്കും അല്ലേ? അങ്ങനെയുള്ള കുറേ പേരില്ലേ അവിടെ? അപ്പോൾ നിങ്ങൾ PSC പാറ്റേൺ മാറി എന്ന് പറഞ്ഞ് കരയുന്നതിന് മുമ്പ് പാറ്റേൺ മാറാനുണ്ടായ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. PSCയിൽ ഇരിക്കുന്നത് മണ്ടന്മാരൊന്നല്ലല്ലോ. അവർ കുറേ പഠനം നടത്തിയിട്ടായിരിക്കും മാറിയിട്ടുണ്ടാവുക. UPSC ഈ രീതിയിലൊരു പരീക്ഷ നടത്താൻ കാരണമുണ്ട് അല്ലേ? UPSC എല്ലാ കൊല്ലം പാറ്റേൺ മാറ്റാനും കാരണമുണ്ട്. കാരണം UPSCക്ക് വേണ്ടത് UPSC ഡിമാൻഡ് ചെയ്യുന്ന പണിയെടുക്കുന്ന ആൾക്കാരെയാണ്. PSCക്ക് വേണ്ടത് ഇപ്പോൾ അതാ എന്ന് പറഞ്ഞാൽ പണ്ടല്ലാണോ വെച്ച് കഴിഞ്ഞാൽ PSC ഇപ്പോൾ മാറി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PSCക്ക് ചില എക്സ്പെക്റ്റേഷൻസ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ട്. അത് മീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസേ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. മനസ്സിലായില്ലേ? ലൈക്ക് ഡെപ്ത്ത്. നിങ്ങൾ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് അല്ലേ? ഈ ഫയലുകൾ നോക്കേണ്ട, ഈ ഫയലുകളിലൂടെ സംസാരിക്കേണ്ട, അതിൻ്റെ അടിയിലെ നോട്ടുകളിലൂടെ സംസാരിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം നിങ്ങൾ ഒരു ഫാക്റ്റ് കാണാപ്പാടം പഠിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ് ഏത് പാട്ടാന്ന് പറഞ്ഞാൽ ഏത് പാട്ടാ? തേർഡ് പാർട്ട് അല്ലേ? എല്ലാവരും ഏത് ക്രൗഡിൽ ചോദിച്ചാലും പറയും തേർഡ് പാർട്ടാണ്. ആ തേർഡ് പാർട്ടാന്ന് അറിയുന്ന ആളെയല്ല ഇപ്പോൾ PSCക്ക് വേണ്ടത്. ഇപ്പോൾ PSCക്ക് വേണ്ടത് ഫണ്ടമെൻ്റൽ റൈറ്റ് പിന്നിലുള്ള ഫിലോസഫി എന്താണ്, അല്ലെങ്കിൽ വൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിയബിൾ, DPSP ജസ്റ്റിസിയബിൾ അല്ല. ആ റീസൺ മുമ്പ് UPSCക്കാരെ
അല്ലെങ്കിൽ UPSC ഓറിയൻറ്റഡ് പഠിക്കുന്നവരെ സ്ഥിരം മൈൻഡ് സെറ്റ് അങ്ങനെ പോയിരുന്നത്. ഇപ്പോഴും നിങ്ങൾ PSC പഠിക്കുന്ന രീതി മാറ്റിയില്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ല. PSC എന്തിനീ മാറ്റം കൊണ്ടുവന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. PSC എന്തിന് ഡെപ്ത് മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 2 മോബ് തല്ലുകൂടുന്നതിൻ്റെ ഇടയിൽ പോയി ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ട ആൾക്കാരാവും നിങ്ങൾ, അല്ലേ? അവിടെ നിങ്ങളുടെ മനസ്സിലാ ആൾക്കാരുടെ ജാതിയോ മതമോ ഒന്നും വരരുത്, അല്ലേ? നിങ്ങൾ കണ്ടില്ലേ വലിയ ഇപ്പോൾ കമ്മ്യൂണൽ റൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് കളക്ടറെ വണ്ടി നിൽക്കുമ്പോൾ അതെല്ലാം നിൽക്കുന്നു, എന്നിട്ട് കളക്ടറോട് വന്ന് സംസാരിക്കുന്നു. എന്തുകൊണ്ടാ? ഈ മോബിന് വരെ അറിയാം ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാലടക്കം അത് അനലിറ്റിക്കലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആര്? കളക്ടർ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് PSC ട്രെയിനിങ്ങിലൂടെ അല്ല തരുന്നത്. നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്തെ അവർ ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ പ്രിലിംസും മെയിൻസും ഒക്കെ നിങ്ങളുടെ ഇൻ്റർവ്യൂ തന്നെയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ എന്ത് ചെയ്യണം? അത് കൊണ്ടുവരണം. അത് വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല. അത് PSCക്ക് അറിയുന്നതുകൊണ്ട് തന്നെ PSC സിലബസ് ബൗണ്ടഡ് ആയ സ്റ്റഡി തന്നെ നിങ്ങളുടെ ഡിമാൻഡ് ചെയ്യുന്നത്. പഴയ പോലെ എന്നല്ല, ഇപ്പോൾ മെയിൻസിൻ്റെ സിലബസ് അടക്കം തന്നു, റൈറ്റ്? ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും പഞ്ചായത്ത് രാജ് ആക്ട്, തണ്ണീർത്തട നിയമം, അല്ലേ? ഇരുന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ സിലബസ് കിട്ടി, ഭയങ്കര വ്യക്തമായ സിലബസ് കിട്ടി. നമ്മൾ തന്നെ സിലബസ് ഡീകോഡ് ചെയ്തുള്ളൊരു വീഡിയോ യൂട്യൂബ് ചെയ്തായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അപ്പോൾ സിലബസ് തന്ന് അതിലെ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുമെന്ന് ഉറപ്പ് തന്നിട്ട് നിങ്ങൾക്ക് PSC ഡിമാൻഡ് ചെയ്യുന്ന കാര്യമല്ലേ നിങ്ങൾ ചെയ്യണ്ടേ? അല്ലാതെ നിങ്ങൾ വലിയൊരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് പരതി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായ സിലബസ് ഉണ്ട്. നിങ്ങൾക്ക് PYQs നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് PSC പരീക്ഷ പാസ്സാവാൻ. പ്രിലിംസ് ഒന്നും നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി നിങ്ങൾ ഈ പറയുന്ന KS മെൻഡർ പറയുന്ന ഈ ഒരു എഫേർട്ട് മാത്രം ഇട്ടാൽ മതി. ഓക്കെ. സോ ഇനി ചേഞ്ച് എന്താണ്? ഇപ്പോൾ കൺവെൻഷനലി പണ്ട് മുതലേ പരീക്ഷ എഴുതി വന്നിട്ട് ഇപ്പോൾ പാസ്സാകാൻ കഴിയാത്ത വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് PSC ഡിഗ്രി തല പരീക്ഷകളുടെ അപ്ലിക്കേഷൻ നോക്കിയാലും മതി. നിങ്ങൾ അവർ എവിടെയോ പോയി ഒളിഞ്ഞു, അല്ലെങ്കിൽ അവർ പേടിച്ചു. അതിൻ്റെ കാരണം അവർ ഈ മാറ്റം മനസ്സിലാക്കാത്തതാണ്, അല്ലാതെ അവർക്ക് കഴിയില്ലാണ്ടല്ല. കൺസെപ്റ്റ് പഠിക്കുന്നതിനേക്കാൾ പലർക്കും ബുദ്ധിമുട്ട് ഫാക്റ്റ് ഓർത്ത് വയ്ക്കുന്നത്, അല്ലേ? അല്ലേ? ആണ്. പല നിങ്ങൾ ഇപ്പോൾ UPSC ആസ്പിരൻസ് ഉണ്ട്, അവരോട് ചോദിച്ചാൽ മതി. മനസ്സിലായില്ലേ? അല്ലേ? ഓൺലൈൻകാർ. ഓക്കെ, ഓൺലൈൻ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണേ. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ചേഞ്ച് എന്താണ്? ചേഞ്ച് PSC പല രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ക്വസ്റ്റ്യൻസിൻ്റെ രൂപം മാറ്റുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾ കാണുന്നത് LDCയിൽ വരെ പ്രസ്താവന ചോദ്യങ്ങൾ എങ്ങനെ മറികടക്കാം. അത്ര വലിയ പ്രസ്താവന ചോദ്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ UPSC ചോദിക്കുന്ന പ്രസ്താവന ചോദ്യങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല. നിങ്ങളെ പേടിപ്പിക്കുകയാണ്. PSC ചോദിക്കുന്ന പ്രസ്താവന ചോദ്യങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ PSC കൺസെപ്റ്റ് ഓറിയൻറ്റഡ് രീതിയിലോട്ട് ചോദ്യങ്ങൾ മാറ്റുന്നു. ശരിയാണ്, അത് PSC ചെയ്യേണ്ടതല്ലേ? PSC എന്തിനീ മാറ്റം വരുത്തി നിങ്ങൾ കണ്ടു. അത് നിങ്ങളെ അളക്കാൻ നിങ്ങളുടെ കൺസെപ്റ്റ് അളക്കണ്ടേ? നിങ്ങളുടെ കൺസെപ്റ്റ് അളക്കാതെ അങ്ങനെ ഒരു ആസ്പിരൻറ്റിനെ ഇതിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ PSCക്ക് കഴിയില്ല. അതിനുള്ള ഒരേ വഴി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ്. ഫാക്റ്റ് ചോദ്യങ്ങളിൽ നിന്ന് മാറിയിട്ട് പിന്നെ കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ചോദ്യങ്ങൾ കൂടുന്നു. അതിന് പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ കറണ്ട് അഫെയർ മെറ്റീരിയൽ വായിച്ച് കാണാപ്പാഠം പഠിക്കുന്നതിൻ്റെയാണ്. കറണ്ട് അഫെയർ ഡിഗ്രി പ്രിലിമിനറി സിലബസിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും? സബ്ജക്റ്റിൻ്റെ അടിയിൽ എഴുതി കാണും ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയേ? അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ കറണ്ട് അഫെയർ പഠിക്കാൻ പാടൂ. കറണ്ട് അഫെയർ മാഗസിൻ എടുത്ത് കാണാപ്പാഠം പഠിക്കല്ലേ. ഇപ്പോൾ കറണ്ട് അഫെയർ എത്ര ക്വസ്റ്റ്യൻ വന്നു ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതല്ല ആ നമ്പർ, അതിനൊക്കെ എത്രയോ വലുതാ. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ക്ലാസ്സിൽ ഇരിക്കണം. ആ ക്ലാസ്സിൽ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ആവണം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പുതിയ പാർലമെൻറ്റ് വന്ന നിയമം എന്ന് നിങ്ങളെ പൊളിറ്റി ക്ലാസ് പഠിപ്പിക്കണം. നിങ്ങൾ പൊളിറ്റിയിലെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ഇരുന്നിട്ട് ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്പോയിൻമെൻറ്റ് പഠിക്കുക, അങ്ങനെയല്ല. അത് എവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടണം? നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ കിട്ടണം. നോബൽ സമ്മാനം നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞ് കിട്ടണം. നോബൽ സമ്മാനത്തെ ആരാ കിട്ടിയെന്ന് ചോദിക്കുന്ന കാലം മാറും. കണ്ടോ, ഒരു 2 PSC കൂടെ കഴിയട്ടെ. നോബൽ സമ്മാനം കിട്ടുന്ന കൺസെപ്റ്റ് ചോദിക്കുന്ന PSC ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ സൂചനകൾ ഇപ്പോഴത്തെ PSC ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കണം നിങ്ങൾ.
നോബൽ ഫിസിക്സ് കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർക്കാണ്. പക്ഷെ ആറ്റോ സെക്കൻഡ് ഫിസിക്സ് എന്താണെന്ന് എത്ര പേർക്ക് അറിയാം? ആറ്റോ സെക്കൻഡ് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് എത്ര പേർക്ക് അറിയാം? ഡിമാൻഡ് കണ്ടോ? PSC ഡിമാൻഡ് ചെയ്യുന്ന എന്താ? നോബൽ ആർക്കാ കിട്ടിയെന്ന് അറിയുന്ന ഒരാളെ ജോലിയിൽ എടുക്കണോ, അതോ നോബൽ എന്തിന് കിട്ടി അതിൻ്റെ സയൻസ് അറിയുന്നതിനെ ജോലിയിൽ എടുക്കണോ? നിങ്ങൾ പറ, നിങ്ങളാണ് ആരെ ജോലിയിൽ എടുക്കും നിങ്ങളുടെ സ്ഥാപനത്തിൽ? സെക്കൻഡ് കാറ്റഗറി. എല്ലാ മാനേജേഴ്സും അതേ ചെയ്യൂ. അത് ഗവൺമെൻറ്റും ആഫ്റ്റർ ഓൾ ഒരു മാനേജ്മെൻറ്റ് കമ്പനി തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വേറൊന്ന് ഇൻ്റർ ഡിസിപ്ലിനറി ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആകുമ്പോൾ തന്നെ PSC കൂടുതൽ ടഫ് ഫാക്ട്സ് ചോദിച്ചു തുടങ്ങി. ഇനിയും വരും. ഇനി ഇപ്പോൾ UPSC മാറുന്ന പാറ്റേണിൽ നിങ്ങൾ നോക്കിക്കോ. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഇടയിൽ കയറ്റിയിട്ട് ആ ഫാക്റ്റിൻ്റെ ടഫ്നെസ് കൂട്ടും. ഫാക്റ്റ് കൂടുതൽ കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആകും. അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊളിറ്റിയിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പൊളിറ്റിയിലോട്ടും ഹിസ്റ്ററിയിലോട്ടും നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1948 അത് മോഡേൺ ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം ആണെന്നും അതേസമയം ഇന്ത്യൻ പൊളിറ്റിയിൽ കാലഘട്ടങ്ങളിൽ വന്ന മാറ്റമാണെന്നും നിങ്ങൾ അറിയണം. ആ രണ്ട് രീതി പഠിച്ചാലാണ് അത്തരം ക്വസ്റ്റ്യങ്ങൾ ഡീൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിലും അത് വരത്തുള്ളൂ. ഇൻ്റർ ഡിസിപ്ലിനറി ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ, ഇൻ്റർ ഡിസിപ്ലിനറി ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയണം. ഒരു ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക് എടുത്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്നൊന്നല്ല, അതിൽ തന്നെ പല ടോപ്പിക്കുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ ഒന്നും അറിയാതെ പോയാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങളെല്ലാം അറിയണം. എല്ലാം അറിയണമെങ്കിൽ അത്ര ക്വസ്റ്റ്യൻ വരുന്ന സോഴ്സ് നിങ്ങൾ അറിയണം. അതായത് ക്വസ്റ്റ്യൻ വരുന്ന വഴി എന്താണെന്ന് നിങ്ങൾ അറിയണം. പണ്ട് PSC ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ എനിക്ക് തോന്നുന്നു, ഇതിന് ഇപ്പം നടക്കുന്നതിന് മുമ്പ് ഒരു പരീക്ഷ നടന്നില്ലേ 16-18 കാലഘട്ടങ്ങളിൽ. അന്ന് PSC ചോദിച്ച സെയിം ഫണ്ടമെന്റൽ റൈറ്റിലെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ സിറ്റിസൺസ് ആർ എൻഷൈൻഡ് ഇൻ വേർ. എവിടെയാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാർട്ട് 3. ആർക്കും ഡൗട്ടില്ല. സെക്കൻഡ് ചോദ്യമോ? അതോറിറ്റി ടു ഇഷ്യൂ റിട്സ് ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 32 പറയുന്ന റിട്ടുകൾ ആർക്കാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക? ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതാ? സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും. ബാക്കി കോടതികൾക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഹൈക്കോടതി പറഞ്ഞാൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? സുപ്രീം കോടതി പറഞ്ഞാൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പാർലമെന്റ് നിയമപ്രകാരം സമ്മതിച്ചു കഴിഞ്ഞാൽ വേറെ കോടതികൾക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാം. അതറിയണ്ടേ? അതാണ് ഇനി നിങ്ങളുടെ ഡിമാൻഡ്. മനസ്സിലായല്ലോ? ഇതേ ടോപ്പിക്കിൽ നിന്ന് PSC ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. എന്താ? നിങ്ങൾ ഡീൽ ചെയ്ത ചോദ്യമായിരിക്കും. മാറ്റം എവിഡൻ്റ് ആണെന്ന് കാണിക്കാനാണ്. ഫ്രീഡം ഓഫ് പ്രസ്സിനെ കുറിച്ചുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫ്രീഡം ഓഫ് പ്രസ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ആർട്ടിക്കിൾ 19 അടിയിലാണെന്നും കേട്ട് കാണും. ആർട്ടിക്കിൾ 19(1)(a) വരുന്ന എന്താ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ? 19(1)(a) സിനിമ കണ്ടു കാണും നിങ്ങൾ അല്ലേ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നതിൽ നിന്ന് വരുന്ന ഒരു ഇംപ്ലൈഡ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ത്? ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത്. ഇനി ഫ്രീഡം ഓഫ് പ്രസ് എന്ന് അറിഞ്ഞാലും നിങ്ങളുടെ പണി തീർന്നില്ല. PSCക്ക് അതുമല്ല അറിയണ്ടേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? there is no specific guarantee of freedom of press in the Indian Constitution. കറക്റ്റ് അല്ലേ? അപ്പൊ ഇംപ്ലൈഡ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ പിന്നിലുള്ള എന്താ കൺസെപ്റ്റ് അറിയലാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. മാറ്റം കണ്ടോ? 3 കൊല്ലത്തിൽ PSC വ്യക്തി മാറ്റം കണ്ടോ? അടുത്ത ചോദ്യം നോക്കിയേ. ഫണ്ടമെന്റൽ റൈറ്റുകളുടെ നാച്ചുറൽ മനസ്സിലായില്ലേ? ഫണ്ടമെന്റൽ റൈറ്റ് ജസ്റ്റിസിയബിൾ ആണോ? അത് അബ്സല്യൂട്ട് ആണോ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? അല്ല. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് നെഗറ്റീവും പോസിറ്റീവും ആണ്. എന്തുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവ് ആവുന്നു? ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ ഗവൺമെന്റുകൾക്ക് നടപ്പാക്കണം എന്നുള്ള ബാധ്യതയാണ്. ചിലതോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാനുള്ള അവസരമാണ്. റൈറ്റ്? ഇല്ലെങ്കിൽ അമെൻഡബിൾ ആണോ? ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡബിൾ ആണോ? ഇത് ഓരോന്നും ഓരോ കൺസെപ്റ്റാ. എത്രമാത്രം അമെൻഡബിൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്? എത്രമാത്രം അമെൻഡബിൾ ആണ്? വിത്ത് വാട്ട്?
ബേസിക് സ്ട്രക്ചർ. ആർട്ടിക്കിൾ 13 പഠിക്കുന്ന സമയത്ത് കേശവാനന്ദ ഭാരതി കേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബേസിക് സ്ട്രക്ചർ നിങ്ങൾ പഠിക്കും. അതാണ് ഇവിടെ പഠിക്കുന്നത്. അമെൻഡബിൾ എന്നൊരു വാക്യം അവിടെ ഉള്ളൂ. പക്ഷെ ഉദ്ദേശിച്ചത് എന്താ? ബേസിക് സ്ട്രക്ചർ കളയാത്ത രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറ്റിക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷെ ബേസിക് സ്ട്രക്ചർ മാറ്റരുത്. ബേസിക് സ്ട്രക്ചർ എന്താ, എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എവിടെയും ഡിഫൈൻ ചെയ്തില്ല. എവിടെയും ഡിഫൈൻ ചെയ്തില്ല. ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ ഇത് ഫിലോസഫിയാ. ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതൊരു സ്റ്റേറ്റ്മെന്റാ. അടുത്ത ഇനി വരുന്ന UPSC PSC പരീക്ഷകൾക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത്. ഡെഫിനിഷൻ ഓഫ് ബേസിക് സ്ട്രക്ചർ ഈസ് ഗിവൺ ഇൻ വേർ. സുപ്രീം കോടതി തന്നു, ഹൈക്കോടതി തന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നു. ആർക്കും തരാൻ പറ്റില്ല. അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി എന്താന്ന് ഡിഫൈൻ ചെയ്തു. ആർക്കെങ്കിലും തരാൻ പറ്റുമോ അൺടച്ചബിലിറ്റി എന്താന്ന്? അല്ലേ? എന്നെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറ്റാതിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഡോർ അടച്ചിട്ടേക്ക് വരാൻ പറ്റുമോ? പറ്റില്ല. അതും അൺടച്ചബിലിറ്റി അല്ലേ? അപ്പോൾ അത്തരം കൺസെപ്റ്റുകൾ നിങ്ങൾ എക്രോസ് ദ സബ്ജക്റ്റ് അറിയേണ്ട ആവശ്യമുണ്ട്. ഇനി ഇത് ടഫാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പൊളിറ്റിയിൽ ഒന്നും ടഫ് ക്വസ്റ്റ്യൻ ഇതുവരെ PSC ചോദിച്ചിട്ടില്ല. ഇതൊന്നും ടഫല്ല. ഇതൊന്നും ടഫല്ല. ടഫ് ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പൊളിറ്റിയിൽ നിന്ന് കിട്ടുന്ന മാർക്കൊക്കെ നിങ്ങൾക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടുന്ന മനസ്സിലായിക്കോ. ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഞാൻ ഇപ്പോൾ പൊളിറ്റി പറഞ്ഞേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ ആദ്യം പറയുന്ന പോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ ആവശ്യകത. ഞാൻ പറയും UPSC-നേക്കാൾ അടിപൊളി സിലബസാണ് PSC വന്നിരിക്കുന്നത്. UPSC-ൻ്റെ പ്രിലിംസ് സിലബസ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയില്ലേ? എത്ര ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്? അതിനെയൊക്കെ എക്സ്പ്ലെയിൻഡ് ആണ് PSC-ൻ്റെ സിലബസ് അല്ലേ? PSC ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇല്ലേ? അത് പഠിച്ചാൽ മതി. അതെന്നേ ചോദ്യമുള്ളൂ. ഹാരിസ് സാർ ബൗൺസേഴ്സിനെ കുറിച്ച് പറഞ്ഞു, വളരെ കുറവ്. ഹാരിസ് സാർ പറഞ്ഞത് എന്താ? ബൗൺസേഴ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. റൈറ്റ്, അതാ നിങ്ങളുടെ പ്രശ്നം. അത് ബൗൺസർ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് സിലബസിലുള്ളതാ. പക്ഷെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല അത് സിലബസിലുള്ളതാണ്. അങ്ങനെ മനസ്സിലാകുന്ന ഗുണം എന്താ? അടുത്തൊരു പരീക്ഷ എഴുതുമ്പോൾ അത് ബൗൺസർ ആവില്ല. റൈറ്റ്. അപ്പോൾ ആ ബൗൺസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. ആൻഡ് വളരെ ചെറിയ ബൗൺസേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ എണ്ണിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസാണിത് അല്ലേ? ഇത് കഴിഞ്ഞ് ഇതിൽ ഓരോ സബ്ജക്റ്റിലും എന്താ പഠിക്കേണ്ടതെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് PSC. മിഡീവൽ ഇന്ത്യ ഉണ്ട്. മെയിൻസിന് വരുമ്പോൾ ഹിസ്റ്ററിന്ന് തരികയല്ല ചെയ്തേ. മിഡീവൽ ഇന്ത്യ ഇല്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ലോജിക്ക് അപ്ലൈ ചെയ്യണ്ടേ? എന്തിനാ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. ആൻഡ് വെയിറ്റേജ് നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയും ഇതുകൊണ്ട് പ്രിലിംസ് പാസ്സാകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതുകൊണ്ട് കൂടെ പ്രിലിംസ് പാസ്സാകണം എന്നേ ഞാൻ പറയൂ. അത് നിനക്കൊരു അഡ്വാൻറ്റേജ് അല്ല. അത് ഉപയോഗിക്കാത്ത മണ്ടനാ. MEM കൊണ്ട് പ്രിലിംസ് പാസ്സാകുമെങ്കിൽ MEM കൊണ്ട് പ്രിലിംസ് പാസ്സാകണം. MEM മോശമൊന്നുമല്ല. മെയിൻസിന് 30 മാർക്കുണ്ട് നിങ്ങൾക്ക്. LSCS ആയാലും പേപ്പർ 1-ൽ 30 മാർക്കുണ്ട് ഇല്ലേ? അതെന്തിനാണ് നമ്മൾ കളയുന്നത്? അപ്പോൾ വേറെ ചില ആസ്പിരൻറ്റ് കൂട്ടത്തിലുള്ള ആൾക്കാർ ഈ MEM-ൽ ഫോക്കസ് ചെയ്യാത്ത ആൾക്കാരാണ്. നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോ. ഫോക്കസ് ചെയ്യാത്ത ആൾക്കാർ പറഞ്ഞാൽ അവർക്ക് എന്താ മാത്സ് അല്ലേ ഞാൻ ചെയ്തോളൂ, ഇംഗ്ലീഷ്. പക്ഷേ ഈ ഇംഗ്ലീഷും മലയാളത്തിൽ 20 മാർക്കിൽ 8ഉം 10ഉം മാർക്ക് മാത്രം കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്ക്, നിങ്ങളെ സ്വയം അനലൈസ് ചെയ്ത് നോക്ക്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പ്രിലിംസിൻ്റെ മാർക്ക് ഒരു 7 മാർക്കോ 10 മാർക്കോ കുറഞ്ഞത്. അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മെയിൻസിലാണ്. അവിടെ 30-ൽ മാക്സിമം 30 നിങ്ങൾക്ക് വേണം. മെയിൻസിലെ കട്ട് ഓഫ് ഒരു 60 എന്ന് വിചാരിച്ചോ. ഈ 30 പകുതിയല്ലേ? 50%. അത് ചെറുതാണോ? അത് പഠിക്കേണ്ട നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത് മറ്റേതിനേക്കാൾ എത്രയോ കുറവാണ് നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ സ്മാർട്ടായിട്ട് പരീക്ഷ പാസ്സാവ്. MEM-ന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. MEM-ന് നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടണം. ഗ്രാമർ അറിയാത്തവരെങ്കിൽ ഗ്രാമർ പഠിക്കണം, വൊക്കാബുലറി പഠിക്കണം. അതാ ഒരു 2 മാർക്ക് വിട്ടുകളയാൻ പറ്റില്ല നിങ്ങൾക്ക്. എല്ലാം പോലെ തന്നെ പൊളിറ്റിയിൽ 1 മാർക്ക് പോകുന്ന അതേ വേദന ഇംഗ്ലീഷിൽ 1 മാർക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണം. ഉണ്ടോ? അത് ഇല്ല, വേണം. ഒരുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ LSCS-ൻ്റെ മെയിൻസിലോട്ട് വരുമ്പോൾ അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആലോചിക്കണ്ടേ. അവിടെയും ഇവിടെയും ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് 10 മാർക്കുണ്ട്.
എന്നാൽ പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എത്ര മാർക്കായി? 15 മാർക്കായി. ആൻഡ് പേപ്പർ 2 വരുന്ന സമയത്ത് ഇതേ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ 15 മാർക്കുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു, ഇവിടെ പൊളിറ്റി എന്നാ പറഞ്ഞ. ഡിഫറൻറ്റാ. അവിടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞു, ഇവിടെ ഇന്ത്യൻ എക്കണോമിയാ. വേർഡ് നോക്കിയേ, ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എക്കണോമിക്സിന്റെ ബേസിക്സ് നിങ്ങൾ അവിടെ പഠിച്ചു, റൈറ്റ്? അപ്പോൾ ആ ഒരു മാറ്റം. അല്ലെങ്കിൽ ഇത് ഏതും പേപ്പർ 2 ഏതും നിങ്ങൾ നോക്കിക്കോ. നമ്മൾ അന്ന് ലൈവിലും പറഞ്ഞ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവിൽ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ നിങ്ങൾ കാണണം. പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇന്ത്യയിൽ വളർന്നു വന്നത് എങ്ങനെയാ? ഭയങ്കര അടിപൊളിയായിട്ട് PSC സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഷ്യന്റ് ഇന്ത്യയിലെ അല്ലെങ്കിൽ സഭാസമിതി മുതൽ ഇന്നത്തെ 74th അമെൻമെന്റ് ആക്ട് വരെ നിങ്ങൾ പഠിക്കണം. അത് അടിപൊളിയാണ്. കാരണം നിങ്ങൾ ആ ഇന്ത്യയുടെ എന്താ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ ഇവല്യൂഷനാണ് പഠിക്കുന്നത്. ആൻഡ് ഡോക്യുമെന്റ്സ് വൈഡ്ലി അവൈലബിൾ ആണ്. കിലയുടെ വെബ്സൈറ്റ് പോലെ അല്ലെങ്കിൽ ഒരുപാട് ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ ഈ ഡാറ്റാസ് എല്ലാം അവൈലബിളാണ്. അതുകൊണ്ട് മെയിൻസിന്റെ സിലബസ് എന്തോ വലിയ കാര്യമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എളുപ്പമാണ്. ആൻഡ് അവിടെ വേറൊരു എന്താ പറയുക കിംവദന്തി ഇപ്പോൾ പടർന്നു കിടക്കുന്ന UPSC ആസ്പിരൻസ് എളുപ്പത്തിൽ പാസ്സാവും. സാധാ PSC ആസ്പിരൻസ് എന്ത് ചെയ്യും? UPSC ആസ്പിരൻസ് ഇതെല്ലാം പഠിക്കുന്ന UPSC സിലബസ് ഒന്നും ഇല്ല. മനസ്സിലായോ? അർബൻ ഗവേണൻസ്, ഗവേണൻസ് ഒക്കെ അവിടെയും ഇവിടെയും കണ്ടുപോയിട്ടുണ്ടാവും. അതിലും ഒരു നോർമൽ UPSC ആസ്പിരന്റ് എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇൻവെസ്റ്റ് ചെയ്യുന്നു എനിക്കറിയാം. ഞാൻ UPSC കാര്യം പഠിപ്പിച്ചിട്ടുള്ള. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെല്ലാവരും ഒരേ ലെവലിലാണ്. ഒരാൾക്കും ഒരു അഡ്വാൻറ്റേജ് ഇപ്പം ഇല്ല. ഇനി എപ്പോൾ വരും? ഇന്ന് മുതൽ തുടങ്ങും. ഇത് പഠിച്ചു തുടങ്ങുന്ന മുതൽ എല്ലാവർക്കും അഡ്വാൻറ്റേജ് വന്നു തുടങ്ങും. ആരാണോ അത് പഠിക്കുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി വെക്കുക. ഞാനിപ്പോൾ LSGS മെയിൻസ് എഴുതാൻ പോകുന്ന എല്ലാവരെയും ഒരേ ലെവലിൽ നിൽക്കുന്നു. ഇനി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരൊപ്പം കയറിക്കോളും. മനസ്സിലായല്ലോ? ഇവർക്ക് നിങ്ങൾക്കെല്ലാം കിട്ടുന്ന ഡോക്യുമെൻ്റ് ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യുന്നു, നിങ്ങൾ ഏത് മോഡോ പഠനം നോക്കുന്നു എന്നതിൽ വെച്ച് നിങ്ങൾ ജയിക്കുമല്ലേ എന്ന് മാറും. അപ്പോൾ ആർക്കും ഒരു അഡ്വാൻറ്റേജ് ഇപ്പം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി PYQs, ഞാൻ സിലബസിനെ കുറിച്ച് വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മളൊരു ഫുൾ ലൈവിൽ അത് കവർ ചെയ്താൽ 2-2.5 മണിക്കൂർ എടുത്തിട്ട് നിങ്ങൾ അതിരുന്ന് കാണും. അതിൽ PYQ ഈ പറയുന്ന ഡിഗ്രി മെയിൻസ് എങ്ങനെ ഡീകോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വ്യക്തമായിട്ട്. ഓൺലൈൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. സോ PYQs സിലബസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് PYQs. കാരണം സിലബസ് ഏത് മേഖലയിൽ നിന്ന് ചോദ്യം ചോദിക്കും എന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ. PYQs എന്താ പറഞ്ഞു തരുന്നത്? അവിടെ നിന്ന് ചോദിച്ചു എന്നാ പറഞ്ഞു തരുന്നത്. ആ ഇൻസൈറ്റ് വളരെ വലുതാണ്. എത്ര പേര് അറ്റ്ലീസ്റ്റ് പാറ്റേൺ ചേഞ്ച് ചെയ്ത ശേഷമുള്ള 800 ഡിഗ്രി ലെവൽ PYQ ക്വസ്റ്റ്യൻസിലൂടെ പോയിട്ടുണ്ട്? 800 എണ്ണം ഉണ്ട്, 8 ക്വസ്റ്റ്യൻ പേപ്പർ. എത്ര പേര് പോയിട്ടുണ്ട്? ഒരാളും ഇല്ല. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഈ ചോദ്യം നിങ്ങൾ വലിയ PSC ക്രൗഡിൽ നിർത്തി ചോദിച്ചാൽ അവിടെ ഇതായിരിക്കും അവസ്ഥ. അവിടെയാണ് ആദ്യം അരുൺ ചേട്ടൻ പറഞ്ഞത് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിലാണ് വ്യത്യാസം. ഓൾമോസ്റ്റ് എല്ലാ ക്രൗഡും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കോമ്പറ്റീഷൻ വലിയ ലക്ഷക്കണക്കിന് PSC ആസ്പിരന്റിനോടൊന്നും അല്ല. ആരോടാ? വളരെ ചെറിയ ക്രൗഡ്. ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ക്രൗഡ് അവരെ ജയിക്കുന്നുള്ളൂ. അവർക്കാ ജയിക്കാനും പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് എത്ര ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജയിക്കില്ല. ഇത് അപ്ലൈ ഉണ്ടേ. നിങ്ങൾ ഏത് വലിയ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടും കാര്യമില്ല. ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ ഇന്ന് മുതൽ ഇത് അപ്ലൈ ചെയ്യുമോ? ചെയ്യും. എത്ര പേര് ഇന്ന് ചെന്നിട്ട് സിലബസ് എടുത്ത് വെക്കും? ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കും? എത്ര പേര് 800 PYQs ഇന്ന് ചെന്ന് ഡൗൺലോഡ് ചെയ്യും? പ്രിലിംസ് പാസ്സാവും. പ്രിലിംസ് എലിമിനേഷൻ തന്നെയാണ്. മെയിൻസ് ഇത് കഴിഞ്ഞിട്ടുള്ള ആ എലിമിനേറ്റഡ് ആയ അല്ലെങ്കിൽ എലിമിനേഷൻ കഴിഞ്ഞ് വന്ന ക്രൗഡായിട്ടുള്ള മത്സരമാണ്. അപ്പോൾ എലിമിനേഷൻ കഴിയാതെ നിങ്ങൾ അങ്ങോട്ട് എത്തില്ല. പ്രിലിംസിൽ തട്ടി വീഴുന്ന അവസ്ഥ ഉണ്ടാകരുത്. പ്രിലിംസ് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാവുന്ന ഒന്നാണ്, നിങ്ങൾക്ക് റൈറ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ. ഇനി അതെങ്ങനെ നിങ്ങൾ സ്വയം അത് ചെയ്യാമെന്നൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു PYQs എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന നിങ്ങൾ ചെയ്തു നോക്കും. ഒരിക്കലും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്ത ചില സബ്ജക്റ്റുകളുടെ എക്സസൈസ് അത് നിങ്ങളൊന്ന് ചെന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ കൺമുന്നിലൂടെ കാണാം ടോപ്പിക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. മാൻഡമസ് ഒക്കെ PSC ചോദിച്ച് മടുത്ത്. ഇപ്പൊ റിട്ടേൺ കണ്ട മാൻഡമസ് തൂക്കിയാലും നിങ്ങൾ ജയിക്കും. എല്ലാ ചോദ്യം മാൻഡമസ്, മനസ്സിലായില്ലേ? അപ്പോൾ
ആ ഒരു പാറ്റേൺ ഇവോൾവ് ചെയ്യുന്നത് നിങ്ങൾ കാണണം, നിങ്ങളിലൂടെ കാണണം. വേറെ ആൾ തരുന്നല്ല, നിങ്ങൾ തന്നെ കാണണം. അതിനുവേണ്ടി നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഫോക്കസ് ഏരിയാസ് കണ്ടുപിടിക്കണം. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ഭാഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. എവിടെ നിന്നാണ് കറണ്ട് അഫെയർ വരുന്നത്? എല്ലാ ടോപ്പിക്കും കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആണോ? അല്ല. ഇവിടെ 100-200 ടോപ്പിക്കിൽ നിന്നായിരിക്കും കറണ്ട് അഫെയർ വരുന്നത്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്ക്. അത് പഠിച്ചാൽ പോരെ? എല്ലാ കറണ്ട് അഫെയർ, നാട്ടിലെ കറണ്ട് അഫെയർ മൊത്തം ഫാക്ട് മൊത്തം പഠിച്ചാലേ PSC പാസ്സാവുന്നില്ല. അത് PSC പഠിച്ച ശേഷം നിങ്ങൾ വേണേൽ ഇരുന്ന് പഠിച്ചോ, എന്നിട്ട് ബുദ്ധിമാനാവും. പക്ഷെ ഇപ്പോൾ PSC പാസ്സാവാൻ പഠിക്കും. മനസ്സിലായോ? ആ, അപ്പോൾ ഇത് നോക്കിക്കേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് എന്ന ഭാഗത്തുനിന്ന് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയ്ക്കും ഓരോ ചോദ്യങ്ങൾ വരുന്നു. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് PSC 800 ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 ചോദ്യം ചോദിച്ചു. 8, അതായത് നിങ്ങൾ അത് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായില്ലേ? ഒന്നല്ല, ഒന്നിലധികം വരും. നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 എണ്ണം ചോദിച്ചു. അല്ലെങ്കിൽ ഗവൺമെന്റ് സിവിക്സിൽ വെറുതെ എഴുതി വെച്ചല്ലോ, ഗവൺമെന്റ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, 3 ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്. പക്ഷെ അതിൻ്റെ ഉള്ള എന്തൊക്കെ ഉണ്ട് മനസ്സിലല്ലേ? ഒരു പ്രസിഡന്റിന്റെ എലക്ഷൻ മുതൽ ഒരു ഗ്രാം ന്യായാലയ വരെ ഉണ്ട്. മനസ്സിലായോ? ഇതെല്ലാം അതിന് ചോദ്യം വരും. ഇനി കൂടും. LSCS, നിങ്ങൾ ഗവൺമെന്റ് അത്തരം പോസ്റ്റിലോട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഇതിൽ തന്നെയുള്ള പഞ്ചായത്തി രാജ്. കാരണം നിങ്ങളെ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ മെയിൻസ് ഇത് ഓറിയന്റഡാ. അപ്പോൾ നിങ്ങൾ പ്രിലിംസിന് ഇൻവെസ്റ്റ് ചെയ്താൽ പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആയിട്ട് പോലെ ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി മുതൽ അല്ലെങ്കിൽ റിപ്പന്റെ എന്താ പറയുക കോൺട്രിബ്യൂഷൻ വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ് പേപ്പർ 1, ഡിഗ്രി മെയിൻസ് പേപ്പർ 2 എല്ലാറ്റിലും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അബൌട്ട് പഞ്ചായത്ത് രാജ് എന്ന് അറ്റ്ലീസ്റ്റ് ഒരു 3 മുതൽ 4 തവണ ഡിഗ്രി മെയിൻസ് പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതെല്ലാം ഒന്നാ. അത് നിങ്ങൾക്ക് എവിടെ പഠിക്കാം? പ്രിലിംസ് പഠിക്കാം. മനസ്സിലായോ? ജോഗ്രഫി പ്രിലിംസിന് പഠിക്കുന്ന സബ്ജക്ട് കൺസെപ്റ്റ് തന്നെയാണ് മെയിൻസിന് റിപ്പീറ്റ് ചെയ്യുന്നത്, മാറ്റമൊന്നുമില്ല. അപ്പോൾ അതാണ് പറയുന്നത്, പഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വേണം. നോക്കിക്കേ, പക്ഷേ അത് മാത്രം അതിൻ്റെ വെപ്പം നോക്കിയേ, സിറ്റിസൺഷിപ്പ് ഒരു ചോദ്യം ചോദിച്ചില്ല. അപ്പോൾ 75 ദിവസം ഉള്ള സമയത്ത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റാ. ഇനി ഇത് മാത്രമൊന്നല്ല, നിങ്ങൾ ഇതിൻ്റെ ഉള്ളോട്ട് പോകുന്ന സമയത്ത് ഫ്രീഡം ഓഫ് പ്രസ്സിൽ നിന്ന് എത്ര ചോദ്യം വന്നു എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അല്ലെങ്കിൽ ആർട്ട് സ്പോർട്സിൽ എന്താ പറയുക, ഒരു പ്രത്യേക നോബലിൽ നിന്ന് മാത്രം എത്ര ചോദ്യം ചോദിച്ചു എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റണം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിന് പറ്റും. മനസ്സിലായോ? അത് ആ കഴിവ് നിങ്ങൾക്കും വേണം. ഇനി നോക്കിയേ, അതുപോലെ തന്നെ ഇപ്പോൾ സിവിക്സിലെ ലാസ്റ്റ് കുറേ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ലിറ്ററലി ഡയറക്റ്റ്ലി ഒരു ചോദ്യം ചോദിക്കുന്നില്ല. മനസ്സിലായോ? അത് എവിഡൻ്റായി വരുന്നത് കണ്ടോ? 800 ചോദ്യങ്ങളുണ്ട്, 80 ചോദ്യങ്ങളുണ്ട് പൊളിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് എന്ന് ചോദിച്ചതിൽ നിന്ന്. ഇനി എക്കണോമിക്സ് നോക്കിയേ, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയ നാഷണൽ ഇൻകം, പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ RBI പോലെയുള്ള ഭാഗത്ത് നിന്ന് മാത്രം പഠിച്ചാൽ 40 ചോദ്യത്തിൽ നിന്ന് 29 ചോദ്യം വന്നു. നിയർ 30. മനസ്സിലായോ? ആൻഡ് എല്ലാ പരീക്ഷയ്ക്കും 2 to 3 ചോദ്യങ്ങൾ. ഇത്തരം പഠനങ്ങൾ നിങ്ങൾ നടത്തണം. എങ്കിലേ ഈ ഇൻവെസ്റ്റ്മെന്റ് പലരും മെയിൻസിൽ പാസ്സാവാത്ത അല്ലെങ്കിൽ മെയിൻസിലോട്ട് എത്താത്തത് പ്രിലിംസിൽ ഈ MEM ഫോക്കസ് ചെയ്ത് മറ്റേൽ വല്ലാതെ ഫോക്കസ് ചെയ്യില്ല. പക്ഷെ ആ ഫോക്കസിങ് നിങ്ങൾക്ക് മെയിൻസിലും റിപ്പീറ്റ് ചെയ്യാനുള്ളതാണ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ നോക്കിക്കേ, ഹിസ്റ്ററിയുടെയാ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്. ഓരോന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ പല ഡാറ്റകൾ നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പോൾ മിഡീവൽ ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഹിസ്റ്ററിയുള്ള എന്തൊക്കെ പഠിക്കേണ്ടത് നിങ്ങൾക്ക് പ്രിലിംസിന്? ഓൺലൈൻ കമൻറ്റ് ചെയ്യാൻ വരുന്നില്ല. കേരള ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഇന്ത്യ ഉണ്ട്, മിഡീവൽ ഇന്ത്യ ഉണ്ട്. 4 ഹിസ്റ്ററി സബ്ജക്റ്റുകൾ ഹിസ്റ്ററി എന്ന പാട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നു. 10 മാർക്ക് ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ നോക്കിയേ, മിഡീവൽ ഇന്ത്യ എന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചാൽ എല്ലാ ചോദ്യവും മുകളിൽ നിന്നാണ്.
മിഡീവൽ ഇന്ത്യ എവിടം വരെയാണെന്ന് അറിയാലോ. അപ്പം മുഗൾ മാത്രം പഠിച്ചാൽ മിഡീവൽ തൽക്കാലം ക്ലോസ് ചെയ്യാം സമയമില്ലെങ്കിൽ. അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യ നാഷണൽ മൂവ്മെന്റിൽ നിന്ന് മാത്രമാണ് 8 ചോദ്യം, മനസ്സിലായോ? പക്ഷേ ട്രൈബൽ മൂവ്മെന്റിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങില്ല. UPSC പൊതുവെ ചോദിക്കുന്ന ഭാഗം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഇതിന് കൂടും കേട്ടോ. LSCS വരുമ്പോൾ ഇത് കൂടത്തേ ഉള്ളൂ. പരീക്ഷയുടെ ജോലിയുടെ സ്വഭാവം അതാ. 6 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ഓക്കെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് 9 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 80ഓളം 74 ചോദ്യം. കുറച്ചൊക്കെ ഈ പൊളിറ്റിയിലും ഹിസ്റ്ററിയിലും ബൗൺസേഴ്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. 74 ഡയറക്റ്റ് ചോദ്യം ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കാണാം 9 ചോദ്യം വന്നിരിക്കുന്നത് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റിൽ നിന്നാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി എടുത്ത് നോക്കിയേ. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറും കേരളത്തിൽ നടന്ന നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടും? 6 12 ചോദ്യം കിട്ടും. അപ്പോൾ ഒരുപാട് പഠിക്കാനുള്ള സമയത്ത് അതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്താ പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. ഇത് ചെയ്താൽ നിങ്ങളും ടോപ്പറാവും, ഉറപ്പാണ്. പക്ഷെ ഇത് ചെയ്യില്ല ആരും. ഇത് ചെയ്താൽ നിങ്ങളും ടോപ്പറാവും. ഇനി അടുത്ത വേൾഡ് ഹിസ്റ്ററി, ഒരുപാട് പേർക്ക് വലിയ താല്പര്യമില്ലാത്ത ഭാഗം. ഇതൊന്ന് നോക്കിയേ, 5 5 5 റവല്യൂഷൻസ് മാത്രം ചോദിക്കുന്നു. അല്ലെങ്കിൽ പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ, UN-ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് ചോദ്യങ്ങളെ റിപ്പീറ്റ് ചെയ്യുന്നു. ആസ് സച്ച് ഇന്റർനാഷണൽ റിലേഷൻസ് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന് എവിടെയും പഠിക്കാനില്ല. പക്ഷെ UN അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്നൊക്കെ ഹിസ്റ്ററി സിലബസിന്റെ മോഡേൺ ഇന്ത്യയുടെ അറ്റത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി അറ്റ്ലീസ്റ്റ് ഒറിജിനേറ്റ് ചെയ്ത് എന്തെങ്കിലും പഠിക്കണം. പഞ്ചശീല പ്രിൻസിപ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾ, നെഹ്റുവിയൻ എറ, അവിടെ എന്ത് മാറ്റം ഉണ്ടായി, അത് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇനി എല്ലാ സബ്ജക്റ്റും എടുത്തില്ല, ചില ഇൻസൈറ്റ് തരാൻ മാത്രം എടുത്താൽ. ലൈക്ക് ജോഗ്രഫി പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ നിങ്ങളെ വലിയ സമാധാനം തരാത്ത റിസൾട്ടാണ് തരുക. കാരണം ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷേ എങ്കിലും ജനറൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റ് പോലെയുള്ള ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ ചോദ്യങ്ങളിൽ നിന്ന് 13 ചോദ്യം വന്നു. പിന്നെയുള്ള ചോദ്യങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡാ. ഇത് കാണാൻ നിങ്ങൾക്ക് ആർക്കും വലിയ ഭംഗി കാണില്ല. പക്ഷെ ഇത് നിങ്ങൾ അറിയണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 മാർക്കിനാണോ 8 മാർക്കിനാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 8 മാർക്ക് മൊത്തത്തിലാവും, പക്ഷെ ബൈ പെർസെൻറ്റേജ് നിങ്ങൾക്ക് വരും അത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വരുമ്പോൾ നോക്കിയേ, നിങ്ങൾ സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ ISRO-നെ കുറിച്ച് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ചോദ്യം ഉറപ്പാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ്. അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത്, ബയോഡൈവേഴ്സിറ്റി, ഇതിന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്കിലെ വലിയൊരു ഭാഗം കവർ ചെയ്ത് പോകാം. റൈറ്റ്, ശരിയല്ലേ? ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. ഇത് ഈവൻ മലയാളത്തിലടക്കം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ആകെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ടോപ്പിക്സ് എന്താണ്. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കാഡമിഷ്യൻ്റെ ഹെൽപ്പ് വരും. മനസ്സിലായില്ലേ? മിഡീവൽ ഇന്ത്യ എന്ന് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഗൾ ഇന്ത്യ എന്ന് തന്നു കഴിഞ്ഞാൽ, മുഗൾ പീരീഡ് എന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇനി മതി. ലൈക്ക് വേറെ ചില കാര്യങ്ങൾ, ഇപ്പോൾ 23 ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് ഞാൻ വേറെ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ലൈക്ക് ഒരു സിമ്പിൾ MCQ അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ കോംപ്ലക്സ് ആകുന്നു, ഇതൊക്കെയാണല്ലോ പരാതി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, കോംപ്ലക്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ 7% മാത്രമേ ഈ പറയുന്ന ഡിഗ്രി തല 2023 ചോദിച്ചിട്ടുള്ളൂ. കോംപ്ലക്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റാവുന്ന 2-ലധികം സ്റ്റേറ്റ്മെൻറ്റൊക്കെ തന്നിട്ട്, ബാക്കി 92% ചോദ്യം എന്താ? സിമ്പിൾ MCQ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 92 മാർക്ക് വേണോ ജയിക്കാൻ? വേണ്ട. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലെ ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് കാണുമ്പോൾ ഈ PSCയുടെ പ്രധാന പ്രശ്നം അത് ആദ്യം തന്നെ തരും. ആദ്യത്തെ ഒരു 20 മാർക്ക് ഇതല്ലേ, അവിടെ തന്നെ കിളി പോവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ കാത്ത 92 ചോദ്യം വേറെയുണ്ട്. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ അവിടെ പോയി ചെയ്തോളും. സിമ്പിൾ എന്ന് കരുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ സിമ്പിളാണെന്നല്ല കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ച രീതി സിമ്പിളാണ്. പഠിക്കേണ്ട കൺസെപ്റ്റ് തന്നെയായിരിക്കും, പഠിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് തന്നെയായിരിക്കും. പക്ഷേ
ക്വസ്റ്റ്യൻ വന്ന രീതി സിമ്പിളാണ്. അല്ലെങ്കിൽ നോക്കിക്കേ, സ്റ്റാറ്റിക്കും കൺസെപ്റ്റും എത്ര മാത്രമാണ്. UPSCയിൽ പൊതുവേ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്റ്റാറ്റിക് വിൽ ഗെറ്റ് യു സെലക്റ്റഡ്. കേട്ട് കാണും നിങ്ങൾ. എത്ര കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയാലും സ്റ്റാറ്റിക്കിലുള്ള നിങ്ങളുടെ അറിവ് നിങ്ങളെ പരീക്ഷ പാസ്സാക്കിക്കും, ഉറപ്പാണ്. ആൻഡ് നിങ്ങൾ നോക്കണം, കൺസെപ്ച്വൽ സ്റ്റാറ്റിക്കും അല്ലെങ്കിൽ ഫാക്ച്വൽ സ്റ്റാറ്റിക്കും ആയിട്ട് മാത്രം എത്ര ചോദ്യം വന്നു എന്ന് അല്ലേ. ബാക്കി കൺസെപ്ച്വൽ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഫാക്ച്വൽ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ വന്ന ചോദ്യങ്ങൾ 2023 നാമമാത്രമാണ്. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ കൺസെപ്റ്റിനെ ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ കറണ്ടിനെ ആലോചിച്ച് പേടിക്കേണ്ട കാര്യമുണ്ടോ? കറണ്ട് അഫയേഴ്സിന് വലിയ നമ്പർ ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഈ പറയുന്ന സ്റ്റാറ്റിക് ചോദ്യങ്ങൾ അടക്കം കറണ്ട് അഫയറിൻ്റെ രീതി സ്വഭാവം കാണിക്കും. അതെങ്ങനെയാ? കറണ്ട് അഫെയറിൽ വന്നത് ആസെറ്റ് എടുത്ത് ചോദിക്കാതെ അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് ചോദിക്കും. ലൈക്ക് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ടിന് ഇപ്പം എന്ത് സംഭവിച്ചു എന്നല്ല ചോദ്യം. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പിന്നിലെ സ്റ്റാറ്റിക് ചോദ്യം എവിടെ ചോദിക്കാം? എവിടെ ചോദിക്കാം? ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആരാന്ന് വരാം. അത് മാറിയിട്ടൊന്നുമില്ല. അപ്പം അത് കറണ്ട് അഫെയർ ആയിട്ട് നിങ്ങൾ മേ ബി ഐഡൻറ്റിഫൈ ചെയ്യില്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻ വന്ന ഒറിജിൻ എവിടെയാ? കറണ്ട് അഫെയർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി, ഡിഫിക്കൽട്ട്, ടഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സബ്ജക്റ്റീവാണ്, എനിക്കറിയാം. പക്ഷേ ഒരു ആവറേജ് ആസ്പിരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും PSC ചോദിക്കുന്ന 50% ചോദ്യം എന്ത് തന്നെയാണ്? ഈസി തന്നെയാണ്. 50%. നിങ്ങളുടെ കട്ട് ഓഫ് 50-55 ഇപ്പോഴും കിടക്കുന്നത്. അതായത് ഈ ഡാറ്റ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? ഇതങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി ക്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അത്രമാത്രമൊക്കെ പേടിക്കേണ്ട കാര്യം ഡിഗ്രി പ്രിലിംസിനുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് മെയിൻസിൻ്റെ അവസ്ഥ. ഈ ഒരു ചെറിയ സമയത്ത് എനിക്ക് മെയിൻസ് പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം നിങ്ങൾ പരീക്ഷയെ കാണാൻ. അല്ലെങ്കിൽ കറണ്ട് അഫെയർ എങ്ങനെ കവർ ചെയ്യണം? നമ്മൾ പറഞ്ഞു കറണ്ട് അഫെയർ പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? സബ്ജക്റ്റിൻ്റെ കൂട്ടത്തിൽ പഠിക്കുക. അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ കൂട്ടത്തിൽ കറണ്ട് അഫെയർ പഠിക്കുന്ന ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾ. അവിടെയും പക്ഷേ നിങ്ങൾ 1 മുതൽ 2 കൊല്ലം വരെയുള്ള കറണ്ട് അഫെയറിനെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് വേണം. അപ്പോൾ 1 കൊല്ലം മുതൽ 2 കൊല്ലം വരെ എല്ലാ മന്ത്ലിയും കറണ്ട് അഫെയർ മാഗസിൻസ് എടുത്ത് കാണാപ്പാടം പഠിക്കാൻ പറ്റുമോ? അതിനുള്ള നല്ല വഴി എന്താ? നിങ്ങളറിയാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളറിയാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. നിങ്ങളിവിടെ വന്ന് പഠിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രമാണ് കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ക്ലാസ്സസ് നിങ്ങൾ അറിയാതെ കറണ്ട് അഫെയർ നിങ്ങളുടെ ഉള്ളിലോട്ട് രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. ഇനി നോക്കിക്കേ ചോദ്യങ്ങൾ. ഇപ്പോൾ നോബൽ പ്രൈസ് പക്കാ കറണ്ട് അഫെയറിൽ വന്നുകൊണ്ട് മാത്രം വരുന്ന ചോദ്യമാണ്. പക്ഷെ ഇതിലെ ബാക്കി ഓപ്ഷൻസ് എല്ലാം, ഇപ്പോൾ ബിഹേവിയറൽ എക്കണോമിക്സ് എല്ലാം മുമ്പ് നോബൽ ചോദിച്ചാ അല്ലെങ്കിൽ നോബൽ കിട്ടിയതാ? അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഏത് ബാങ്കാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന്? ഏത് ബാങ്കാ? ആ, ഗുഡ്. ഇനി നോ സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ. അടുത്ത് കൺസെപ്ച്വൽ ടോപ്പിക്സ്. കൺസെപ്ച്വൽ ടോപ്പിക്സ് എവിടെ നിന്നാണ് വരുന്നത്? സത്യം പറഞ്ഞാൽ എല്ലാ ടോപ്പിക്കിലും കുറച്ചൊക്കെ കൺസെപ്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ എങ്കിലും ഞാൻ പറയും, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓരോ സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എവിടെ നിന്നാണ് കൺസെപ്റ്റ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ എക്കണോമി പഠിക്കുകയാണെങ്കിൽ ഫിസിക്കൽ കൺസോളിഡേഷൻ അല്ലേ? എങ്ങനെയാണ് ഗവൺമെൻറ്റുകൾ ഡെഫിസിറ്റും അല്ലെങ്കിൽ ഡെപ്റ്റ് അക്യുമുലേഷനൊക്കെ കുറച്ചുകൊണ്ട് പ്ലാൻസ് ഉണ്ടാക്കുന്നത്? FRBM പോലെയുള്ള ആക്ടുകൾ അതിനെങ്ങനെയാണ് സഹായിക്കുന്നത്? കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് വർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോഗ്രഫി കണ്ടോ, ജനറൽ അറ്റ്മോസ്ഫിയർ സർക്കുലേഷൻ ആണ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. വിൻസ്, ട്രൈഡ് വിൻഡ് എന്താണ്? ITC സെറ്റ് എന്താണ്? ഇതെല്ലാം കൺസെപ്റ്റ് ടോപ്പിക്. അതായത് കൺസെപ്റ്റ് ടോപ്പിക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലൊന്നുമല്ല ഈ ചോദ്യങ്ങൾ. നോക്കിക്കേ, ഡയറക്റ്റ് കൺസെപ്റ്റ് ടോപ്പിക്സാ. ഇപ്പോൾ നോക്കിക്കേ, FRBM ആക്ടിനെ കുറിച്ചുള്ള ചോദ്യമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഡയറക്ട്ലി എന്താണ് ഫിസിക്കൽ കൺസോളിഡേഷൻ എന്ന ആ കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ അപ്പോഴും ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 5% 3% എന്ന് അറിയണം. അവിടെയാണ് സ്റ്റാറ്റിക്കിൻ്റെ ഇമ്പോർട്ടൻസ്. സ്റ്റാറ്റിക് നിങ്ങളെ ജയിപ്പിക്കും. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസിലും സ്റ്റാറ്റിക് അറിയണം നിങ്ങൾ.
മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യനിൽ ഇത് 3 അറിഞ്ഞാലേ നിങ്ങൾ ജയിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ 2 ഓപ്ഷൻസ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ അടുത്ത പോയി നോക്കിയേ, സെപ്പറേഷൻ ഓഫ് പവർ എന്താണ്? നിങ്ങൾക്ക് ഗവൺമെന്റ് എന്താണ്, ഗവൺമെന്റ് ഓർഗൻസ് എന്താണ്, അതൊക്കെ എന്താണെന്നെല്ലാം നിങ്ങൾ പഠിക്കും. പക്ഷെ ഈ ഗവൺമെന്റ് വർക്കിങ്ങിന് പിന്നിൽ ഒരു ഫിലോസഫി ഉണ്ട്, റൈറ്റ്? സെപ്പറേഷൻ ഓഫ് പവർ എന്ന ഫിലോസഫിയെ കുറിച്ചാണ് ഈ ചോദ്യം. ഇന്ത്യയിൽ ഒരു ക്ലിയർ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല, അല്ലേ? എന്താ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ? അതറിയെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചെയ്യും. എന്താ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റ് ഓർഗൻസിന്റെ ഇടയിൽ, ഗവൺമെന്റ് ഫങ്ഷണറീസിന്റെ ഇടയിൽ എന്ത് വരരുത്? പരസ്പരം അനാവശ്യമായ ഇടപെടലുകൾ, അല്ലെങ്കിൽ ഒന്ന് വേറൊന്നിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന അവസ്ഥ വരാതിരിക്കുക, അതാണ് സെപ്പറേഷൻ ഓഫ് പവർ. ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇന്ത്യയിൽ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല, പക്ഷെ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. മനസ്സിലായില്ലേ? എയ്ഡ് ആൻഡ് അഡ്വൈസ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്താന്ന് കോടതി ചോദിക്കില്ല, ചോദിക്കാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ആണ്, സെപ്പറേഷൻ ഓഫ് പവർ ആണ്. എന്നാൽ ഇന്ത്യൻ എക്സിക്യൂട്ടീവ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡായ പ്രസിഡന്റ്, എക്സിക്യൂട്ടീവിന്റെ പണി എന്താ? നടപ്പാക്കൽ, നിയമം നടപ്പാക്കൽ, അല്ലേ? ഇതേ എക്സിക്യൂട്ടീവായ പ്രസിഡന്റ് നിയമം ഉണ്ടാക്കും ഇന്ത്യയിൽ, ഓർഡിനൻസ്. ഒരു പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ നിയമത്തിന്റെ വാലിഡിറ്റി ഉള്ളതാ, മനസ്സിലായില്ലേ? ഇതേ കോടതി നിയമം ഉണ്ടാക്കും. കോടതിയുടെ പണി ജുഡീഷ്യറിയാ. കോടതിയുടെ പണി ഇതെല്ലാം നടപ്പാവുന്നുണ്ടോ എന്ന് ഓവർസീ ചെയ്യല. കോടതി നിയമം ഉണ്ടാക്കാൻ പാടുമോ? കോടതി നിയമം ഉണ്ടാക്കും. കോടതി നാഷണൽ ഹൈവേയിൽ ബിവറേജ് പാടില്ല എന്ന റൂൾ ഇറക്കും. നിയമമാണത്, ഇറ്റ് ഈസ് എ ലെജിസ്ലേഷൻ. മനസ്സിലായോ? അപ്പോൾ അത് അർത്ഥമാക്കുന്ന എന്താ? സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല, പക്ഷെ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. ഇപ്പൊ PSC തൽക്കാലം ഇതേ ചോദിച്ചിട്ടുള്ളൂ. സെപ്പറേഷൻ ഓഫ് പവർ എന്താണെന്ന് അറിയാതെ നിങ്ങളെ ആ ഒരു ക്ലാസ്സിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇരുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്ന കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് മാറും. ഇനി വേറെ ഒന്ന്, മെയിൻസ്. നമ്മൾ മുമ്പ് ഈ സെഷൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് മെയിൻസ് എങ്ങനെ, നിങ്ങൾ മെയിൻസിലോട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് ടോപ്പിക്കുകളിലേക്ക് MEM പോലെയുള്ള ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ജനറൽ സബ്ജക്റ്റിലെ തന്നെ നിങ്ങൾ പലതും കണ്ടു. പൊളിറ്റി എങ്ങനെയാണ് അങ്ങോട്ട് ഇവിടെ വരുമ്പോൾ ഒരു 7 മുതൽ 8 മാർക്കും, അവിടെ വരുമ്പോൾ 27 മുതൽ 28 മാർക്കിലോട്ടും കയറുന്നത്. 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകളല്ലേ, നല്ലതല്ലേ? എല്ലാറ്റിലും, ജോഗ്രഫി ആയാലും LSCS മെയിൻസിനുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുക. കൺസെപ്റ്റുകൾ ഒറ്റ തവണ പഠിച്ചു വയ്ക്കുക, അവിടെ പോയി വീണ്ടും മറ്റേ മാർക്ക് കൊടുക്കുക. കാരണം ഈ പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എത്ര മാസം കിട്ടും മെയിൻസിന്? മാക്സിമം 3 മാസം. 3 മാസം കൊണ്ട് LSCS ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കിനുണ്ട്? 200. 2 ഫുൾ പേപ്പർ അല്ലേ? അതിലൊരു പേപ്പർ ഫുൾ എന്താ? സ്പെഷ്യൽ ടോപ്പിക്. എക്കണോമി, ഇന്ത്യൻ എക്കണോമിയാണ്. പൊളിറ്റിന്ന് കുറച്ച് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, ബാക്കി ഫുൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 മാസം കൊണ്ട് പഠിക്കാവുന്നതാണോ ഉള്ളത്? ആർക്കും ഡൗട്ടില്ലല്ലോ. അത്രമാത്രം നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റഡ് ആയോ? നിങ്ങൾ പറ. അല്ല. നിങ്ങൾ പക്ഷേ ഇൻവെസ്റ്റഡ് ആവണം. നിങ്ങൾ പ്രിലിംസിൻ്റെ സമയത്ത് മെയിൻസിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് മെയിൻസ് എളുപ്പത്തിൽ കിട്ടാവുന്ന വഴിയിലോട്ട് നിങ്ങൾ മാറണം. മനസ്സിലായി? കറണ്ട് അഫെയർ മാറുമോ? ഇല്ല. ഇനി ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ഞാൻ പറഞ്ഞത്. 5 മുതൽ 7 മാർക്കാണെങ്കിൽ മെയിൻസിൽ വരുമ്പോൾ 23 മുതൽ 26 മാർക്ക് വരെ കിട്ടും നിങ്ങൾക്ക്. പൊളിറ്റി മുഴുവൻ ഞാൻ എടുക്കുന്നില്ല, ആ ഹിസ്റ്റോറിക്കൽ പാർട്ട് മാറ്റി നിർത്തിക്കോ, എങ്കിലും 23 to 26 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ജോഗ്രഫി 5 ആണെങ്കിൽ മെയിൻസ് വരുമ്പോൾ 10 മാർക്ക് കിട്ടും നിങ്ങൾക്ക്. MEM ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ചോദ്യം നോക്കിയേ, പ്രിലിംസിനും മെയിൻസിനും വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാം. മെയിൻസ് വരുമ്പോൾ ഇതേ കൺസെപ്റ്റ് തന്നെ കുറച്ചുകൂടെ കൺസെപ്റ്റിലോട്ട് ഇറങ്ങിക്കിടന്ന ചോദ്യം വരും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ വരുന്നത്. ഇപ്പോൾ പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. പറയും, നിങ്ങൾ എല്ലാവരും പറയും, എനിക്കറിയാം. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ പാർലമെന്റ് ഒരു ബൈക്യാമറൽ സിസ്റ്റമാണ്. ആ ബൈക്യാമറൽ ലെജിസ്ലേച്ചറിലെ അപ്പർ ഹൗസായ രാജ്യസഭ ഓർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവരെ വിളിക്കുന്ന പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാ എന്ന ചോദ്യം. ആരാ? വൈസ് പ്രസിഡന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെയിൻസിലോട്ട് വരുമ്പോൾ ചോദ്യം വന്നെന്താ?
ഇതേ ഗവൺമെൻറ് ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ചോദ്യം എന്തായി? രാജ്യസഭയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുക. എന്തൊക്കെയാ? രാജ്യസഭ ഒരു പാർഷ്യലി എലക്റ്റഡ് ബോഡിയാണ്. റൈറ്റ്. രാജ്യസഭയിൽ 12 നോമിനേറ്റഡ് ആൾക്കാരുണ്ട്. സോ അതെന്താ? പാർഷ്യലി എലക്റ്റഡ് ബോഡിയാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു പാർഷ്യലി എലക്റ്റഡ് ബോഡി ആണോ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാർഷ്യലി എലക്റ്റഡ് ബോഡി ആണോ? ആണോ? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടോ? എവിടെ? ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉള്ള സ്റ്റേറ്റ്സിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് കാർഡടച്ച് പറയാൻ പറ്റുമോ അല്ല നോമിനേറ്റഡ് മെമ്പർ ഇല്ല? ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ നിർത്തിയ പിന്നെ ഇപ്പൊ നോമിനേറ്റഡ് മെമ്പർ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ പ്രൊവൈഡ് റെപ്രസെന്റേഷൻ ടു ദ സ്റ്റേറ്റ്സ്. ശരിയല്ലേ? നിയമസഭകളുടെ രാജ്യസഭകളുടെ പ്രത്യേകത എന്താ? രാജ്യസഭയുടെ പ്രത്യേകത എന്താ? സംസ്ഥാനത്തിനാ റെപ്രസെന്റേഷൻ. രാജ്യസഭ അംഗം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞത് ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എൻജോയ് 6 ഇയർ ടേം പോയി. ആർക്കാ 6 ഇയർ ടേം? മെമ്പേഴ്സിന് 6 ഇയർ ടേം. രാജ്യസഭയ്ക്ക് ഒരു കാലാവധി ഉണ്ടോ? അതെന്ത് ഹൗസാ? കണ്ടിന്യൂസ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഹൗസാണ്. ഒരിക്കലും എന്ത് സംഭവിക്കില്ല? ഡിസൊല്യൂഷൻ സംഭവിക്കില്ല. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എക്സോവിഷൻ ആണ്. ഇതാണ് റിപ്പീറ്റ് ചെയ്തത് ഒരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ബാക്കി 3 നിങ്ങളുടെ ഗവൺമെന്റ് എന്ന ഓർഗനെ കുറിച്ചുള്ള അറിവാ, കൺസെപ്ച്വൽ അറിവാ നോക്കുന്നത്, ഫാക്റ്റ് അല്ല. ഇനി ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. അടുത്ത നിങ്ങൾ ഉടനെ അറിയേണ്ട ഒരു കാര്യം, കട്ട് ഓഫ്. PSC പാറ്റേൺ മാറിയ ശേഷം വന്നുള്ള 30s 40s അല്ല. ഇപ്പോൾ കട്ട് ഓഫ് മാറുന്നുണ്ടല്ലേ? പ്രിലിംസ് എത്രയാ? സോറി, ഇത് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി അതന്നെ. യൂണിവേഴ്സിറ്റി എത്ര? 51ന്റെ അടുത്തെത്തി. കൂടത്തേ ഉള്ളൂ. LSCS കോമ്പറ്റീഷൻ കൂടും. അപ്പം നിങ്ങൾ എത്രയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കാണണം. ഒരു 60-65 എങ്കിലും നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊബബിലിറ്റി കുറയും. ഇതെല്ലാം പ്രൊബബിലിറ്റീൻ്റെ കളികളാണ്. നിങ്ങളെല്ലാം ഒരു വലിയ ആസ്പിരന്റ് കമ്മ്യൂണിറ്റി, അതിൽ നിന്ന് ആരെ പിക്ക് ചെയ്യണം, അതാണ് PSC ചെയ്യുന്നത്. ഇനി മെയിൻസ് വരുമ്പോഴോ? ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്നു 57. മെയിൻസിലോട്ട് വരുമ്പോൾ കോമ്പറ്റീഷൻ ഇനിയും കൂടും. അപ്പോൾ LSCS ഒരുപാട് പേര് ആസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നേരിടാൻ പോകുന്ന കോമ്പറ്റീഷനും ചെറുതായിരിക്കില്ല. ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അത് മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? പൂർണ്ണമായിട്ട് ഞാൻ നേരിടാൻ പോകുന്ന കോമ്പറ്റീഷൻ ചെറുതല്ല അല്ലേ? ഒട്ടും ചെറുതല്ല. ഗസറ്റഡ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നാട്ടുകാർക്ക് മൊത്തം ഗസറ്റഡ് ഓഫീസർ ആവണം അല്ലേ? അടുത്ത് സോ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ? നമ്മളിപ്പോൾ വന്നതിനെ കുറിച്ചും പോയതിനെ കുറിച്ചും പറഞ്ഞിട്ട് പോയി. ഇനി എന്ത് വിചാരിക്കാം? നിങ്ങൾ പരീക്ഷ എളുപ്പമാകുമെന്നാണോ വിചാരിക്കുന്നത്? ടഫാകുമെന്നാണോ വിചാരിക്കുന്നത്? ടഫാകും. കാരണം ആ ഒരു പോസ്റ്റിലോട്ടാണ് പരീക്ഷ നടത്തുന്നത്. അങ്ങനെ തന്നെ വിചാരിക്കുക. എളുപ്പമായാൽ നിങ്ങളുടെ ബോണസ് അല്ലേ? ടഫാകും. പ്രിലിംസും ടഫാവും, മെയിൻസും ടഫാവും. സോ ടഫർ സ്റ്റേറ്റ്മെൻറ്റും ട്രിക്കി ഓപ്ഷൻസും വന്നുകൊണ്ടിരിക്കും. ട്രിക്കി ഓപ്ഷൻ കാണിച്ചു തുടങ്ങി. ഞാൻ നേരത്തെ ഓപ്ഷൻ ഇത് വരുന്ന സമയത്ത് ഒരു പെയർ ബേസ്ഡ് ചോദ്യം വന്നു എന്ന് കാണിച്ചു. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. UPSC പാറ്റേൺ ചേഞ്ചിൽ കൊണ്ടുവന്ന 1 പെയർ ഓൺലി 2 പെയർ ഓൺലി PSC ചോദിച്ചു തുടങ്ങി. സൂചന എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ UPSCക്കാർക്ക് ഇക്കൊല്ലം നടന്ന അനുഭവം ചോദിച്ചാൽ മതി. കഴിഞ്ഞ കൊല്ലത്തിൽ സൂചന കാണിച്ചു. ഇക്കൊല്ലം കാർഡടച്ച് 1 പെയർ 2 പെയർ. PSC യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളിൽ അതിൻ്റെ സൂചന തന്നു. അതിൻ്റെ അർത്ഥം ഇനി വരുന്ന പരീക്ഷകൾ അതിൻ്റെ എണ്ണം വലിയ രീതി കൂടിയാലും നിങ്ങൾ അപ്പം കരഞ്ഞിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഈ ക്രൗഡെങ്കിലും കരയാതിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇപ്പം അറിയാതെ അല്ലേ ഇതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതെല്ലാം സോൾവിങ്ങാ. 1 പെയർ 2 പെയർ പറഞ്ഞാൽ നിങ്ങൾക്ക് 4നെ കുറിച്ച് അറിവുണ്ടായാലേ ചെയ്യാൻ പറ്റൂ. ലൈക്ക് നോക്കിയേ, ഇത് ഈ ഒരു ലെവല് നിങ്ങളുടെ മനസ്സിൽ വേണം. ഇതാണ് എന്താ പറയുക, ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ടഫസ്റ്റ് എക്സാംസ് ഒന്നായ UPSC നടത്തുന്ന എക്സാംസിൽ ഇപ്പം ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ. ഈ ചോദ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. Supreme Court of India has held in some judgment
that the reservation policy is made under Article 16(4). 16(4) അറിയാലോ നിങ്ങൾക്ക്? എന്താ ആർട്ടിക്കിൾ 16(4)? ആർട്ടിക്കിൾ 16 എന്താ? പബ്ലിക് എംപ്ലോയ്മെന്റിൽ നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. ഓൺലി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസെന്റ്, റെസിഡൻസ്. അങ്ങനെ റിസർവ്. പക്ഷെ എന്നിട്ട് പറയും 16(4) എന്ത് പറയും? വേണമെങ്കിൽ ബാക്ക്വേർഡ് ആണെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്തോ. അങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്തോ എന്ന് പറയുന്നതുകൊണ്ടാണ് റിസർവേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്ങനെ അത് വരുന്നതെന്ന് മനസ്സിലായോ? ഇനി of the Constitution of India would be limited by Article 335 for maintenance of efficiency of administration. Article 335 കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് നടത്തുന്ന സമയത്ത്, ഗവൺമെന്റ് പോളിസീസ് കൊണ്ടുവരുന്ന സമയത്ത് SC/ST കമ്മ്യൂണിറ്റികളുടെ ക്ലെയിം കൂടെ കൺസിഡർ ചെയ്യണം എല്ലാ അഡ്മിനിസ്ട്രേഷനിലും. അതാണ് 335. ലിമിറ്റ് ചെയ്യുക ഗവൺമെന്റിനെ. അതെവിടെയും ബാധകമാണ്. 16(4) പ്രകാരം റിസർവേഷൻ കൊടുക്കുമ്പോഴും ബാധകമാണ്. അത്രയേ ഉള്ളൂ. ഒന്നും അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടില്ല. പക്ഷെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തു? കോടതിയെ കൊണ്ടുവന്നു, അറിയാത്തൊരു ആർട്ടിക്കിൾ കൊണ്ടുവന്നു, റിസർവേഷൻ കൊണ്ടുവന്നു. ഒരുപാട് കൺസെപ്റ്റിൽ ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സെക്കൻഡ് ചോദ്യത്തിൽ ആർട്ടിക്കിൾ 335 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറേ പേരെ എലിമിനേറ്റ് ചെയ്യുമായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ പൊതുവേ ഡിഫൈൻ ചെയ്യില്ല. സ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന്ന് നിങ്ങൾ മേ ബി ഓപ്ഷൻ സി എഴുതുമായിരിക്കും. പക്ഷെ ഇതായിരിക്കണം നിങ്ങൾ വിചാരിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ ചലഞ്ച് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ ചലഞ്ച് അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇന്ത്യയിലെ തെർമൽ പവർ പ്ലാന്റ്സിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം, ഇതിലൊന്നും സീ വാട്ടർ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിലൊന്നും വാട്ടർ സ്ട്രെസ് ഡിസ്ട്രിക്റ്റ് ഇല്ല. ഇന്ത്യയിലെ വലിയൊരു പെർസെൻറ്റേജ് വാട്ടർ സ്ട്രെസ് ഡിസ്ട്രിക്റ്റ് തന്നെയാണ് തെർമൽ പവർ പ്ലാന്റ്സ്. അല്ലെങ്കിൽ ഇതൊന്നും പ്രൈവറ്റ്ലി ഓൺഡല്ല, വലിയൊരു ശതമാനം പ്രൈവറ്റ്ലി ഓൺഡാണ് മെജോറിറ്റി ഗവൺമെൻറ് ആണെങ്കിലും. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് അങ്ങനെ മനസ്സിലാക്കിയിട്ട് കൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കണം. ഇപ്പം സമയം ലേറ്റ് അല്ല, പക്ഷെ ഇന്ന് കഴിഞ്ഞാൽ ലേറ്റാണ്. നിങ്ങൾ പിന്നിലാവും. നിങ്ങൾക്ക് അറിയാം കേട്ടോ, വലിയൊരു ക്രൗഡ്, ചെറിയ ക്രൗഡാണെങ്കിൽ ആ ക്രൗഡ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ആ സീറ്റേ ഉള്ളൂ. ലക്ഷക്കണക്കിന് LSCA സെക്രട്ടറിമാരൊന്നും ഇല്ലല്ലോ കേരളത്തിൽ, ഇല്ല. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അത് ഇപ്പം നമ്മൾ തന്ന ഇൻസൈറ്റ്സ് എടുക്കുക, PYQs മനസ്സിലാക്കുക, സിലബസ് മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിലുള്ള എഫക്റ്റീവ് ടൈം മനസ്സിലാക്കുക. ആ ടൈം അലോക്കേറ്റ് ചെയ്യുക. എഫക്റ്റീവ് ടൈം ഉണ്ടാകണം. നമുക്ക് എല്ലാവർക്കും സമയം സെയിമാ. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവാം, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവാം, എന്ത് വേണേൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവാം, നാട്ടുകാർ വെറുപ്പിക്കുന്നുണ്ടാവാം. അതൊന്നും PSC നോക്കില്ല. നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പം അതെല്ലാം മാനേജ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അത് നമുക്കറിയാം നമ്മുടെ ഇവിടെ വരുന്ന കുട്ടികൾ എങ്ങനത്തെയാണ്. അപ്പം നിങ്ങൾ വന്നോ വന്നില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായ സ്റ്റഡി പ്ലാൻസ് ഉണ്ടാക്കുക, നിങ്ങളുടേതായ അലോക്കേഷൻ നടത്തുക. നിങ്ങൾ സ്മാർട്ടായിട്ട് അലോക്കേറ്റ് ചെയ്യുക. സ്മാർട്ടായിട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം, റൈറ്റ്? മനസ്സിലായില്ലേ? എങ്ങനെ വേണം നിങ്ങളുടെ സമയത്ത് കൊടുക്കാമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ്, അത് ക്ലാസ് മെറ്റീരിയൽ ആവാം, എന്തോ ആകാം, നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? എല്ലാവർക്കും എന്തെങ്കിലും ഒരു നിങ്ങളുടെ പഠനത്തിൽ മാറ്റം വരുമോ? വരുത്തണമെന്ന് തോന്നി? ഓക്കെ, താങ്ക് യു.